വേറൊരു വഴിയില്ല. ഒരു യാത്ര ചെയ്യുന്നതിന് ഒരു വഴി ആവശ്യമാണ്. ലോകത്തിൽ പല വഴികളുണ്ട്. ഭൂമിയിൽ റോഡുകളുണ്ട്. ആകാശത്ത് നിന്ന് അതിൻ്റെ വിമാനങ്ങൾ സഞ്ചരിക്കുവാൻ ഒരു പാതയുണ്ട്. കപ്പലിന് ഒരു വഴിയുണ്ട്. ഇതെല്ലാം വിട്ട് സഞ്ചരിച്ച അപകടങ്ങൾ ഉണ്ടാകും. ഈ വഴികളെല്ലാം ശ്രദ്ധയോടെ നടന്നുള്ള അപകടങ്ങൾ സംഭവിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്ന വഴി, ആ വഴിയിലൂടെ മാത്രമാണ് നമുക്ക് നടക്കുവാനുള്ള ഒരു വ്യവസ്ഥയുള്ളൂ. അതാണ് കർത്താവ് ഞാൻ തന്നെ വഴി. എന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ വഴി കാണിച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വഴി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു ഞാനാണ് വഴി. സ്വർഗത്തിലേക്ക് ഒരു വഴിയുള്ളൂ. ആർക്കും സ്വർഗത്തിലേക്ക് കയറി പോകാനായിട്ട് യേശുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയില്ല. അതാണ് 10-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ വചനം അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാകുന്നു, ഒരേ ഒരു വഴിയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ അങ്ങനെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ജീവനിലേക്ക് പോകുന്ന വഴി. നമ്മളെല്ലാം എവിടേക്ക് പോകാനുള്ള വഴിയാണ് നോക്കിയിരിക്കുന്നത്? ജീവനിലേക്ക്, നിത്യജീവനിലേക്കുള്ള വഴിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വഴിയിലേക്ക് പോകുന്ന പാതയോ പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം മാത്രമാണ്. നമ്മുടെ ചുറ്റുമുള്ളവരോട് ഏത് ജാതിക്കാരനായാലും യേശുവിനെ തള്ളി പറഞ്ഞ ഒരു ജാതിക്കാരനും നമ്മുടെ ചുറ്റുവട്ടാരങ്ങളിൽ കാണുന്നില്ല. നിരീശ്വരവാദി പോലും യേശുവിനെ അംഗീകരിച്ചാണ് സംസാരിക്കുന്നത്. പല സംവാദങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. യേശുവിനെന്നാൽ അവർ തള്ളി പറയുന്നത് കണ്ടിട്ടില്ല. നിരീശ്വരവാദി പോലും യേശുവിനെ അംഗീകരിച്ചിട്ട് കാരണം യേശുവിൻ്റെ വാക്കുകൾ അതുപോലെ സത്യമുള്ളതായിരുന്നു. യേശുവിൻ്റെ വചനം അത് സത്യമുള്ളതായിരുന്നു. യേശുവിനെ പോലെ ഒരു പുരുഷനും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അവരെല്ലാവരും. അപ്പോൾ ഈ ജീവനിലേക്ക് നമ്മളെല്ലാം പോകുന്നത് ജീവനിലേക്കാണ്. നമ്മൾ പോകുന്നവിടെ നിത്യജീവനെ പ്രാപിക്കാനാണ്, അഴിഞ്ഞു പോകാതെ. അവിടെ ആകുമ്പോൾ യുഗയുഗമായിട്ട്, അവിടെ കണക്കില്ല, യുഗയുഗങ്ങളായിട്ട് വാഴുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വഴിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടുക്കമുണ്ട്, വഴി ഞെരുക്കമുള്ളതാണ്. കുന്നും മലകളും അല്ലെങ്കിൽ നല്ല ടാറിട്ട റോഡല്ലായിരിക്കും. അത് പല ഇപ്പം മലയാറ്റൂർ മല കയറുന്ന പോലെ ആയിരിക്കും ചില വഴികളെല്ലാം. പണ്ടൊക്കെ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഞങ്ങളുടെ വഴികളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഈ കാളവണ്ടി പോയി റോഡൊക്കെ കുണ്ടും കുഴിയായിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. ഈ ചെറിയ വീലല്ലേ, അങ്ങനെ ടാറൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ സൈഡെല്ലാം മുള്ളാണ്. അപ്പോൾ ആ വഴികളൊക്കെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് നേരെ സൈക്കിളിൽ ചവിട്ടി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള വഴികളായിരുന്നു. അപ്പോൾ ഇതിനേക്കാൾ കഠിനമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പല വിധത്തിലും നമ്മൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പല രീതിയിലും നമ്മൾക്ക് അസുഖങ്ങളുണ്ട്. ശരീരമായിട്ടുണ്ടാവും, മാനസികമായിട്ടുണ്ടാവും. എല്ലാ രീതിയിലും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ദൈവം തന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ നമ്മുടെ പ്രത്യാശ കൈവിട്ടിട്ടില്ല. കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. കർത്താവ് നമ്മളെ രക്ഷയിലേക്ക്, നമ്മൾ അതിനു വേണ്ടിയാണല്ലോ കാത്തിരിക്കുന്നത്. ഈ കഷ്ടങ്ങൾ സഹിച്ച്, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതുപോലെ, ഇത് അറിഞ്ഞിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് അറിഞ്ഞിട്ട് നമുക്ക് മര്യാദയ്ക്ക് ഒരു പാപം ചെയ്യാനും പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഈ സത്യത്തിൽ നമ്മൾ വന്നിട്ട് മര്യാദയ്ക്ക് നമുക്ക് പാപം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്നാൽ മര്യാദയ്ക്ക് നമുക്ക് ജീവിക്കാനും കഴിയുന്നുണ്ടോ? ഈ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഓരോ ചുമട് വയ്ക്കുമ്പോഴും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുകൾ കാണാറുണ്ട്. ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉണ്ട്. പക്ഷെ അതിനെല്ലാം നമുക്ക് നമ്മുടെ തെറ്റ് നമുക്ക് ഉടനെ തന്നെ ആ നിമിഷത്തിൽ തന്നെ കർത്താവ് നമ്മളോട് ഇടപെടും. ചെയ്തത് മകനെ തെറ്റാണ്, നീ മാനസാന്തരപ്പെട്. നമ്മൾ അനുദിനവും മാനസാന്തരപ്പെടുന്നത്. നമ്മൾ 70 പ്രാവശ്യമാണോ ഒരു ദിവസം മാനസാന്തരം? ഇത് ദിവസവും നമ്മൾ മാനസാന്തരപ്പെട്ടാണ്. 70 പ്രാവശ്യം ഒന്നല്ല, 490 പ്രാവശ്യമൊന്നും അല്ല നമ്മൾ മാനസാന്തരപ്പെടുന്നത്. അനുദിനവും ഒരു ദിവസത്തിൽ തന്നെ മാനസാന്തരപ്പെട്ടുണ്ട്. കർത്താവെ വന്നുപോയി. ജഡമാണ്, ജഡത്തിൻ്റെ പല സ്വഭാവങ്ങളും നമ്മളിൽ കാണും. പക്ഷേ കർത്താവ് പറഞ്ഞു ജീവനിലേക്കുള്ള വഴിയിലേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പല എതിർപ്പുകളും ഉണ്ടാകും, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, തടസ്സങ്ങൾ. ചിലപ്പോൾ നമ്മൾ സത്യസന്ധതയായിട്ട് ജീവിക്കാൻ നോക്കുമ്പോഴേക്കും നമുക്ക് ഭാര്യ കുറുക്കൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ മക്കളായിരിക്കും കുറുക്കൻ നിൽക്കുന്നത്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്, അത് സത്യം തന്നെയാണ്. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രശ്നകാര്യമായിട്ട് നമ്മുടെ കുടുംബത്തിലെ ആളുകൾ തന്നെയാണ്. പല കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ വീടുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഭാര്യയായിരിക്കും, നമ്മുടെ മക്കളായിരിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമനം തൻ്റെ ക്രൂശ് എടുത്ത്. ഈ ക്രൂശ് ചിലപ്പോൾ ഭാര്യയായിരിക്കും ഒരു ക്രൂശ്,
ചില മക്കളായിരിക്കും ക്രൂശ്, ചിലപ്പോൾ അയൽവക്കാരനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാരായിരിക്കാം. ഈ വഴിയിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. എന്തെല്ലാം വന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ മാത്രമേ നമുക്ക് വ്യവസ്ഥ ഉള്ളൂ. നമുക്ക് എല്ലാറ്റിനും ദൈവത്തിമേ ഇത് വന്നുപോയി, ഇതിനൊരു പരിഹാരം, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഇല്ല കർത്താവ് അങ്ങയുടെ നീതി ഇതിൽ എന്താണോ അത് നിറവേറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതാ സങ്കീർത്തനക്കാരൻ 54:1 പറഞ്ഞത്, നിന്റെ ശക്തിയാൽ നീതി പാലിച്ചു തരണമേ. ആടുകളോട്, ആട് ആരാ? നമ്മളാണ് ഓരോ ആടുകൾ. ദൈവത്തിൻ്റെ ആടാണ് നമ്മൾ ആടുകൾ. നമ്മുടെ ഈ ലോകത്തിലൊരു ഇടയനാണ് നമ്മുടെ പാസ്റ്ററുടെ ശുശ്രൂഷയാണ് ഇപ്പോൾ ഇടയ ശുശ്രൂഷയാണ്. പക്ഷേ പാസ്റ്റർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. വചനപ്രകാരം എന്തു പറഞ്ഞാലും അത് അനുസരിച്ച് ജീവിക്കേണ്ട ഒരേ കടമ നമ്മുടെക്ക് ഉള്ളതാണ്. കർത്താവാണ് വാതിൽ. കർത്താവിൻ്റെ വാതിലൂടെ മാത്രമേ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഉടായ്പ വഴിയായിട്ട് അല്ലെങ്കിൽ അതിൽ നമുക്ക് എന്ത് രീതിയിൽ നമുക്ക് അവിടെ കടക്കാൻ വഴിയില്ല. ദൈവം അനുവദിക്കുന്നില്ല, നമുക്ക് അതിനൊരു മാർഗം ദൈവം വെച്ചിട്ടില്ല. ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കണം. ആടുകളെ മേയ്ക്കുന്നത് കർത്താവാണ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് മേയ്ക്കുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് ദൈവം നയിക്കുന്നത്, അതാണ് നമ്മുടെ കർത്താവ്. നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, സ്നേഹിക്കുന്ന ഒരു ദൈവം മാത്രമാണ്. ദൈവം പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ഈ ശിക്ഷകളും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ പാപം നിമിത്തം മാത്രമാണ്. നമ്മുടെ ചിന്തകളിൽ വരെ പാവങ്ങളുണ്ട്, നമ്മുടെ നോട്ടത്തിൽ പാവമുണ്ട്. നമ്മൾ വിചാരിക്കും അത് നീതിയല്ല അല്ല, നമ്മൾ ചിന്തയിൽ നീതിയായിട്ട് നമുക്ക് തോന്നും, എങ്കിലും അങ്ങനെയല്ല. 1 കൊരിന്ത്യർ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്തൊരു പരീക്ഷ. കർത്താവ്, എനിക്കൊരു 50 കിലോ ഒരു ഭാരം ചുമക്കാൻ പറ്റിയോന്ന് കഴിവുള്ളെങ്കിൽ ദൈവത്തിനറിയാം, അല്ലെങ്കിൽ 50-60 കിലോ എനിക്ക് തൂക്കാൻ പറ്റുള്ളൂ. പക്ഷേ കർത്താവ് 200 കിലോ ഉള്ള ഒരു ഭാരം എൻ്റെ ചുമലിൽ വയ്ക്കില്ല. എനിക്ക് പറ്റിയതാണ് ഈ ത്രാണി, ഈ രോഗം നിനക്ക് അത് സഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ വേദന നിനക്ക് സഹിക്കാൻ പറ്റും. അതാണ് കർത്താവ് പൗലോസിനോട് പറഞ്ഞത്, ഹല്ലേലൂയ, എൻ്റെ കൃപ മാത്രം മതി നിനക്ക്, നിന്റെ ബലഹീനതയിൽ എൻ്റെ ബലം പൂർണ്ണമായി തികയും. നമുക്കൊരു രോഗം തന്നു. ഇപ്പം മിനി സിസ്റ്റർ കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസം കിടന്നു. അത് മിനി സിസ്റ്ററുടെ ത്രാണിക്ക് തകുന്ന മാതിരി ഒരു അസുഖമാണ് തന്നത്. പക്ഷേ എല്ലാവർക്കും മാനുഷികമായി നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ഇപ്പോൾ പോകും പോലെ നമുക്ക് അനുഭവപ്പെട്ട് കാണാം. പക്ഷേ ദൈവം നമ്മളെ കൈവിടുകയില്ല. ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞു. നിങ്ങൾക്ക് കഴിയുന്ന മീതെ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ, കണ്ടോ, നമുക്ക് അതിൽ മേലെ ഒരു പരീക്ഷ ദൈവം നമുക്ക് തരുന്നില്ല. സമ്മതിക്കാതെ, പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടെന്ന് പരീക്ഷയോട് കൂടെ ഒരു വഴിയും വെച്ചിട്ടുണ്ട്, ഒരു പോക്ക് വഴി. ചിലപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് ഈ ബുദ്ധിമുട്ട് കഴിഞ്ഞ് വരുമ്പോൾ നന്മയുടെ ഒരു പാതയായിരിക്കും, ചിലപ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പാതയായിരിക്കും ദൈവം തുറന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അധ്വാനിക്കാതെ ആർക്കൊന്നും നമുക്ക് കൂലി കിട്ടില്ല. അധ്വാനിക്കുന്നവർക്ക് മാത്രമാണ് കൂലി ലഭിക്കുന്നത്. കർത്താവ് നമ്മളെ പരീക്ഷകളിൽ നമ്മളെ പരിശോധിക്കും. ആ പരിശോധനയിൽ നമ്മൾ വീണു പോകാതെ ദൈവത്തിൽ മുറുകെ പിടിക്കുമ്പോഴാണ് അവിടെ ഒരു പോക്കുവഴിയുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. അതാ കർത്താവ് യേശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, യഹോവ ഒരു വാതിൽ തുറന്നാൽ ആരടയ്ക്കും? യഹോവ ഒരു വാതിൽ അടച്ച് ആര് തുറക്കും? അതിക്ക് മുമ്പ് ഒരു വചനമുണ്ട് 54-ാം അധ്യായത്തിലെ, അല്പനേരത്തേക്ക് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ ചേർത്തുകൊള്ളും. മഹാകരുണയോടെ. ഇത്ര നല്ല ദൈവം ഏതോ ഉള്ളൂ, ഇത്ര നല്ല. അല്പനേരത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല മുമ്പ്, നമ്മുടെ ഏതൊരു തെറ്റായിരിക്കാം, ഏതൊരു കുറവായിരിക്കാം, നമ്മളെ ചിലപ്പോൾ ശിക്ഷിക്കാതെ ദൈവം വിടുകയില്ല. പുതിയ കാലഘട്ടത്തിലെ പുതിയ നിയമത്തിൽ ശിക്ഷയില്ല എന്ന് ചിലർ പഠിപ്പിക്കണമെങ്കിലും ഞാൻ അവനോട് പറഞ്ഞു, അതിൽ എബ്രായർക്ക് എഴുതിയ 12-ാം അധ്യായത്തിൽ 5-ാം വാക്യം വായിച്ചു കൊടുത്തു. ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവനൊന്നും മറുപടിയില്ല. പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളാരും ശിക്ഷിക്കുന്നില്ല, ദണ്ഡിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കണേ. കർത്താവ് കരുണയുള്ള ദൈവമാണെന്ന്. അപ്പോൾ കർത്താവ് ശിക്ഷിക്കും നമ്മളെ. കർത്താവ് ശിക്ഷിക്കാതെ അല്ലെങ്കിൽ വചനം എഴുതി വയ്ക്കില്ലല്ലോ. പഴയ നിയമത്തിലെ ശിക്ഷകൾ വളരെയധികം ഇതിലാണെങ്കിലും ഇതിലൊരു ലഘു ശിക്ഷ നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവപൈത. ഇപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ ശിക്ഷ കൊടുക്കാറില്ലേ? അവർക്ക് നമ്മളറിയാത്തൊരു തെറ്റ് നമ്മളതിൽ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ നമ്മൾ അവർക്കൊരു ശിക്ഷ കൊടുക്കും. മാനസികമായിട്ട് നമ്മൾ ശിക്ഷ കൊടുക്കും. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് ഓരോ ശിക്ഷ തരും. ആ ശിക്ഷയിൽ നമുക്കൊരു ഭാരപ്പെട്ട് നമ്മുടെ മക്കളെ നമ്മൾ ഉലക്കി വെച്ചടിക്കുമോ? ഇല്ല. ഒരു വടിയെടുത്താണ് ഈ ശിക്ഷിക്കുന്നത്. കുഞ്ഞുമക്കളെ ശിക്ഷ വലിയൊരു നമ്മുടെ ഒപ്പക്കാണെങ്കിൽ അവർ വാക്കുകൊണ്ട് സഹകരിക്കുകയുള്ളൂ നമ്മൾ ചെയ്യുന്നത്.
നമ്മുടെ ഒപ്പമായില്ല, തലയ്ക്ക് ഒപ്പമായില്ലെന്ന് വാക്കുകൊണ്ടായിരിക്കും സഹകരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു ശിക്ഷ കർത്താവ് നമുക്ക് തന്നിട്ടില്ല. നമ്മളെ കൊല്ലാൻ പോകുന്ന രീതിയിലൊന്നും കർത്താവ് നമ്മൾ ശിക്ഷിച്ചിട്ടില്ല, ദണ്ഡിപ്പിച്ചിട്ടില്ല. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുള്ളത്, യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിപ്പിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കുകയും വരുതേ. അതിനെക്കുറിച്ച് ഇറമ്യ പറഞ്ഞിട്ട്, ഞങ്ങൾ കളിമണ്ണാണ്, തകർന്നു പോകും. കർത്താവിൻ്റെ കോപത്തിൽ നമ്മൾ ശിക്ഷിച്ചാൽ നമ്മൾ തകർന്നു പോകും. അത് കർത്താവിനും അറിയാം, നമ്മൾ കളിമണ്ണാണ്, തകർന്നു പോകും, ഉടഞ്ഞു പോകുമെന്ന്. അപ്പം അതിൻ്റെതായ രീതിയിലാണ് കർത്താവ്. ഇത്ര നല്ലൊരു പരിപാലനം വേറെ ആരും ഉള്ളത് ഈ ലോകത്തിൽ, വേറൊരു ദൈവങ്ങൾക്കും കഴിയത്തില്ല ഇത്ര നല്ലൊരു പരിപാലനം കൊടുക്കുന്നത്. കോപത്തിലും ക്രോധത്തിലും ശിക്ഷിക്കാതെ നമ്മുടെ ത്രാണിക്ക് തക്കതായ ഒരു ശിക്ഷയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ മേലാണ് നമുക്ക് ജയമുള്ളത്. അതിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, കർത്താവിൽ മാത്രമാണ് നമ്മൾ നടക്കേണ്ടത്. പിന്നെ ഒരു വഴിയുള്ളത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 8-ാം വാക്യം, നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി. ഒരു പഴയ മനുഷ്യൻ, ഇപ്പോഴും ചില വിശ്വാസികൾ പറയുന്നുണ്ട്, എൻ്റെ പഴയ സ്വഭാവം നിങ്ങൾ ഇടിപ്പിക്കരുതെന്ന്. ഇല്ലേ, കേട്ടിട്ടില്ലേ? പഴയ മനുഷ്യനെ, കാരണം അത് പോയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഞാൻ പഴയ മനുഷ്യനാണ്, ഞാൻ എൻ്റെ പഴയ സ്വഭാവം നിങ്ങൾ ഇടിപ്പിക്കരുത്. ആ പഴയ സ്വഭാവം ചിലപ്പോൾ മോശമായൊരു സ്വഭാവമായിരിക്കും. പക്ഷേ ഇത് അഴിഞ്ഞു പോകാത്തോടത്തോളം കാലം നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നീതി ലഭിക്കുമെന്ന് നമുക്ക് ഈ വചനപ്രകാരം നമുക്ക് കിട്ടുന്നില്ല. ആ മുൻകൂടാതെ നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള ഒരു വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളിലുള്ള ഹൃദയശുദ്ധി, അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ അതരം കൊണ്ട് കർത്താവ്, അത് സങ്കീർത്തനക്കാരൻ പറഞ്ഞ അങ്ങനെയാണ്, യഹോവേ എൻ്റെ വായയ്ക്കൊരു കാവൽ നിർത്തി, എൻ്റെ ആദരദ്വാരത്തെ കാക്കണമേ. യേശുവും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണമല്ല നമ്മളെ അശുദ്ധമാക്കുന്നത്, നമ്മുടെ പാനീയമല്ല നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വചനങ്ങൾ അതരത്തിൽ വരുമാണ് നീ അശുദ്ധനായി തീർന്നത്. നീ അശുദ്ധനായി തീരുന്നത് അങ്ങനെയാണ്. നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ അശുദ്ധനായി തീരരുത്. പ്രവൃത്തി കൊണ്ട് നമ്മൾ അശുദ്ധനാവും പറ്റുന്നില്ല, നമുക്കതിന് കഴിയും. പക്ഷേ നമ്മുടെ വാക്ക് കൊണ്ട് പോലും നമ്മൾ അശുദ്ധനായത്. അതാണ് കർത്താവിൻ്റെ വചനം നമ്മളോട് പഠിപ്പിക്കുന്നത്, നാവിൻ്റെ തുമ്പത്താണ് നിന്റെ ജീവനും നാശവും ഇരിക്കുന്നത്. വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകേണ്ട പാത എങ്ങനെയുള്ളതായിരിക്കണം? മുൻകൂടാരം, നമ്മുടെ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടെ എല്ലാം ഉരിഞ്ഞു മാറ്റി പുതിയ സൃഷ്ടിയായി, പുതിയൊരു സൃഷ്ടിയോടുകൂടി ഒരു പുതിയൊരു മനുഷ്യനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതുപോലെ നമ്മൾ നോക്കുമ്പോൾ അതാ പോകുന്ന ഒരു പ്രാർത്ഥനക്കാരൻ, അവൻ യേശു ക്രിസ്തു. ഇന്നലെയുടെ എൻ്റെ സഹോദരൻ പറഞ്ഞതാണ്, ഇന്നലെ ഒരു സഹോദരൻ എൻ്റെ അയൽക്കത്ത് കയറുന്നു, ഇങ്ങനെയൊക്കെ നടന്നിട്ട് എൻ്റെ ഒരു അഭിവൃദ്ധി ഇല്ലാത്ത നിങ്ങളുടെ ചേട്ടന്മാരൊക്കെ നോക്ക്, അവരൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെ നോക്ക്, അവരുടെ മക്കളൊക്കെ ആയിട്ട് അനുഗ്രഹിക്കപ്പെട്ടു വലിയ നിലയിലൊക്കെ ജീവിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതല്ല ആവശ്യം. ഈ ഭൂമിയിൽ ഞങ്ങൾക്കൊന്നും ഇവിടെ കൊണ്ടുപോകാനും പറ്റത്തില്ല, ഇവിടെ ഇട്ടുകൊണ്ട് പോകാനും പറ്റുള്ളൂ. എൻ്റെ വീടിൻ്റെ താഴത്ത് ഒരു സഹോദരൻ ഒരു സ്ഥലം വാങ്ങിച്ചു. അതിര് വന്ന് ചോദിച്ചു, ചേട്ടാ ഇതൊക്കെ എന്നാണ് അതിര്, ഈ അതിര് പ്രകാരം വെച്ചോ, എനിക്ക് അങ്ങോട്ട് നിങ്ങളുടെ വേണ്ട, നിങ്ങൾ എടുക്കണേ എടുത്തോ, ഞാൻ ഇത് കൊണ്ടുപോകാൻ പോകുന്നില്ല, എൻ്റെ മക്കളുമായിട്ട് ഇത് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഏതോ ദൈവം തന്നെ ആയുസ് ഇവിടെ ജീവിക്കുമെന്ന് മാത്രമല്ലാതെ അത് ചേട്ടൻ കേട്ടുകൊണ്ട് പിന്നെ ആ ചേട്ടന് മതിയായി. നമ്മൾ ആരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ സത്യസന്ധതയായിട്ട് തന്നെ നിൽക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നമ്മുടെ ഒരു വിശ്വാസിയുടെ യോഗ്യത. അതാണ് യേശു ക്രിസ്തുവിൻ്റെ വചനമാകുന്ന ജീവൻ നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്, സത്യത്തിൻ്റെ മാർഗ്ഗയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. സത്യമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മൾ അനുവദിക്കരുത്. കർത്താവ് നമ്മളെ പരീക്ഷിക്കാൻ ചിലപ്പോൾ അനുവദിച്ചെന്ന് വരും. എങ്കിൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആ നീതിയുടെ കിരീടം പ്രാപിക്കണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, നീതിയുടെ കിരീടം ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല കർത്താവേ, എന്നെ മുദ്രമോദ്രമാക്കിയില്ലെങ്കിൽ കർത്താവേ കുഴപ്പമില്ല, അങ്ങയുടെ രാജ്യത്തിലേക്ക് ഒന്ന് ചേർത്ത കൊണ്ട മതി. എനിക്ക് മഹാസമ്മാനങ്ങളൊന്നും കിട്ടില്ല കർത്താവേ, ആ രാജ്യത്തിലേക്ക് ഒന്ന് കയറ്റി മാത്രം മതി. എൻ്റെ പ്രാർത്ഥന അതാണ്. കാരണം നഗരത്തെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നാശത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഭയമാണ്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബഹുമാനങ്ങളോ അവിടെ കിരീടങ്ങളോ ഒരു മുദ്രമോദ്രമോ ഒന്നും കിട്ടിയില്ലെങ്കിലും ആ രാജ്യത്തിലേക്കൊന്ന് പ്രവേശിക്കുവാൻ, ആ രാജ്യത്തിലേക്കൊന്ന് കടന്നാൽ മാത്രം മതി എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഈ ദിവസങ്ങൾ. എബ്രായർ 10:19
ഒരു കർത്താവിൻ്റെ ശരീരം നമുക്ക് തിരശ്ശീലയായി തുറന്ന് യേശു ക്രൂശിൽ മരിച്ചപ്പോഴാണ് ആലയത്തിലെ തിരശ്ശീല രണ്ടായി പിളർന്നത്. അതിനുശേഷമാണ് നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്കും വിശുദ്ധ സ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഇവിടെയും പറയുന്ന അതാണ്. ഇന്നത്തെ കണക്കും പ്രകാരം ശരീരത്തിൽ രോഗത്തിന് കത്തിവെക്കാനാണ് ഡോക്ടർമാർ വെക്കണമെങ്കിലും കർത്താവ് അവിടെ നമുക്ക് മുറിവേറ്റത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതാ യേശുവെ പറഞ്ഞത്, അവൻ്റെ അടിപ്പിണറുകൾ നിങ്ങൾക്ക് സൗഖ്യം വരും. യേശുവിൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. വചന സത്യമാണെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും എന്ത് നമ്മൾ ഭവിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ നമുക്കൊന്നും ഭവിക്കില്ല. അതാ യാക്കോബിന്റെ ലേഖനം, ഇരുമനസ്സൻ തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരനെന്നാണ്. ഇരുമനസ്സ് നമുക്ക് വെള്ളം, ഒറ്റ വിശ്വാസം, യേശു ക്രിസ്തുവിൽ മാത്രമുള്ള ഒരു വിശ്വാസം. ഞാനിവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് ശ്വാസം മുട്ടലും ഭയങ്കര ബുദ്ധിമുട്ടുകളും ഹൃദയത്തിന് ഉണ്ടാകാറുണ്ട്. ഞാൻ ചിന്തിക്കുന്നതാണ്, ആരാധിച്ച് മരിക്കട്ടെ, കൈത്തട്ടി ആരാധിച്ച് ശബ്ദത്തോട് മരിക്കട്ടെ. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടി ഞാനൊന്നും ഒരു ഇതില്ല. ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് സന്തോഷവാനാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെ മരിക്കാണോ, അതാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ജീവനിലേക്ക് വഴികൾ കുറേ ഉണ്ട്. ഞാൻ നിർത്താണ്. വഴി, കർത്താവ് പറഞ്ഞത് വഴി ഞാൻ മാത്രമാണ്, എന്നിലൂടെ അല്ലാതെ. ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. അപ്പം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞ അതിനിടയ്ക്ക്, നമുക്ക് സത്യം ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിതം വേണമെങ്കിൽ ജീവൻ വേണം. വഴിയില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുള്ള സിയോൻ യാത്രയിലേക്കാണ്. ഇപ്പോൾ ഈ യാത്രയിലേക്ക് നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മൾ തരണം ചെയ്ത്, അതെല്ലാം കർത്താവിൽ ആശ്രയിച്ച്, പാട്ടുകാരൻ എങ്ങനെയുള്ള പാടിയുള്ളൂ, മാനിച്ചും സേവിച്ചും ധ്യാനിച്ചും പോകയിൽ ക്ഷീണം എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ഒരു പാട്ടിൻ്റെ വരി അങ്ങനെയാണ്. അപ്പോൾ കർത്താവിനെ ധ്യാനിച്ചും കർത്താവിനെ സേവിച്ചും കർത്താവിനെ മാനിച്ചും പോകുമ്പോൾ ക്ഷീണമെന്തെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ആ പാട്ടുകാരൻ എഴുതിയിരിക്കുമ്പോൾ അത് അനുഭവം കൊണ്ട് എഴുതിയിരിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസ കാലഘട്ടത്തിലേക്ക് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെയാണ്. ഞാൻ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ 1982 ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പെന്തക്കോസ്തുകാരൻ്റെ പ്രാർത്ഥന, അന്ന് ഞാൻ വിശ്വാസിയൊന്നുമല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ആ വീടിൻ്റെ റൂം വീടെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു വീടാണ്. ഇത് 2 ആക്കിയിട്ട് ഒരു വീട്, ഒരു അടുക്കള, ഒരു റൂം, അതാണ് അവിടുത്തെ വീട്. അപ്പോൾ അവിടുത്തെ കൂട്ടായ്മയിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടോ, ആ സാക്ഷ്യം ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ ദാസൻ്റെ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോകാൻ നേരത്ത് അല്പം ദൂരം നടക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഭയങ്കര ശരീരമായ ക്ഷീണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കർത്താവേ, എനിക്ക് വളരെ ക്ഷീണമാണ്, എന്നെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അദ്ദേഹത്തിന് ബലപ്പെട്ട് ശക്തിപ്പെട്ടു. അദ്ദേഹം നടന്നുപോയി എന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ അപ്പോൾ ചിന്തിച്ചു, ഞാൻ കത്തോലിക്കയിലാണല്ലോ നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്ത്. ഇതേവരായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ കണ്ടിട്ടില്ല. ദൈവ പ്രാർത്ഥന കേട്ട് ഒരെണ്ണം മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കർത്താവ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണോ എന്ന് എനിക്കറിയില്ല. അന്ന് നമുക്ക് ഒന്നും അറിയില്ലല്ലോ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതൊക്കെ. കർത്താവിനെ നമ്മൾ അറിയുമ്പോൾ ഇങ്ങനെ ചില സാക്ഷ്യങ്ങൾ അന്ന് കേൾക്കാൻ ഇടയായി. അപ്പോൾ ഓരോരുത്തരും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. ഞങ്ങൾ കൂട്ടുകാരന്മാരാണല്ലോ, ഒരുമിച്ച് അടുത്തടുത്ത റൂം, ഇങ്ങനെ നേരാണ് വീട്, ഒരേ ലൈൻ കെട്ടണം പോലെ. അപ്പോൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ചെന്നിരിക്കും. അപ്പോൾ ഓരോരുത്തരും സാക്ഷ്യം പറയും. അന്ന് അധികം വന്നങ്ങളെല്ലാം ഹിന്ദു സമുദായത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ്തിലേക്ക് വന്നത്. അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്താളിച്ചിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് എല്ലാ വിധത്തിലും പുതിയ കൃപകളുണ്ട്, അനുഗ്രഹമുണ്ട്. നമ്മൾക്ക് നടക്കേണ്ട ഒരു പാതയാണ് യേശുവിലൂടെയാണ്. അത് യേശു പറഞ്ഞാണ്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. നമ്മൾ യേശുവിനെ മാത്രം ആശ്രയിക്കുക, യേശുവിൻ്റെ വചനം മാത്രം പിന്തുടരുക, അതിൻ്റെ പാത മാത്രം നമുക്ക് പിന്തുടരുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.